ഒരു 11 വർഷം മുമ്പ് കാക്കനാട് ഞാനിങ്ങനെ പ്രീസ്റ്റ് ഹോമിൽ കിടപ്പിലായിരിക്കുന്നൊരു സമയമുണ്ട്. അമ്മച്ചി ചിലപ്പോൾ പുറക്കുന്നുണ്ടാവും. അമ്മച്ചിയും അച്ഛനെയും കൂടി ഇങ്ങനെ കാണാൻ വന്നു. അന്നാണ് ഇങ്ങനെ ഈ ബയോപ്സി റിസൾട്ടൊക്കെ വരുന്നത്. ഈ റിസൾട്ടൊക്കെ ഇങ്ങനെ ചുരുട്ടി മാറ്റി വെച്ചിട്ട് എൻ്റെ അരികിൽ വന്നിരുന്നിട്ട് ഞാൻ കിലുക്കാൻ പെട്ടിയെന്ന് വിളിക്കുന്ന ഈ അജ്ന കിടപ്പിൽ കിടക്കുന്ന എന്നോട് ആദ്യം തന്നെ പറയുന്ന 2 കാര്യങ്ങൾ, 2 ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്നാമത്തേത് എന്തുകൊണ്ട് ഞാൻ, രണ്ടാമത്തേത് എന്തുകൊണ്ട് ഈ അസുഖം. വേറെ 2 സന്തോഷങ്ങൾ കൂടി ഉണ്ട്. ഒന്നാമത്തത് എനിക്ക് ജോലി കിട്ടി. ഞാൻ ആഗ്രഹിച്ചിരുന്നിടത്ത് തന്നെ എന്നെ ദൈവം കൊണ്ടുചെന്നാക്കി. രണ്ടാമത്തത് എനിക്ക് ക്യാൻസറും കിട്ടി. ഞാൻ CA-കാരിയായി. എന്നിട്ടിങ്ങനെ ഒട്ടും വിഷമിപ്പിക്കാതെ അവളാദ്യം പറഞ്ഞു എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഞാനിങ്ങനെ കിടപ്പിൽ അവളെ കുമ്പസാരിപ്പിച്ചു. ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മരണത്തിൻ്റെ നൂൽപ്പാലത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിങ്ങനെ കണ്ണും കാതുമൊക്കെ കേൾക്കാറായുള്ളൂ, കാണാറായുള്ളൂ എന്നുള്ള രീതിയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് അച്ഛനോട് വന്നിട്ട് ഈ 2 കാര്യങ്ങൾ ചോദിക്കുക. ഞാൻ എൻ്റെ തന്നെ ജീവിതത്തെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി, ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി വചനങ്ങളിലും മുഴുവൻ ഇങ്ങനെ ആശ്രയിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയമാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നൂൽപ്പാലത്തിൽ ഇങ്ങനെ പെട്ടുപോയ, ആ മുനമ്പിൽ ഇങ്ങനെ പെട്ടുപോയ അവസ്ഥയിൽ വേറൊരാൾക്ക് ശക്തി പകരാനും ദൈവം എന്നെ ഇടയാക്കിയെന്നുള്ളത്. ഒരു നിമിഷം സ്തബ്ധനായെങ്കിലും അവളുടെ കൈ പിടിച്ച് എനിക്ക് പറയാൻ പറ്റി, ജോബിൻ്റെ പുസ്തകം വായിക്കണം. ജോബിൻ്റെ പുസ്തകത്തിൽ ഈ 2-ാം അധ്യായം മുതൽ ഇങ്ങനെ പറയുന്ന നിശബ്ദതയുണ്ട്. അതൊന്ന് ധ്യാനിക്കണം. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഈ രോഗം വെറുതെ നിസ്സാരമാണ്. ഈ ലോകത്തിന് മുമ്പിൽ വലുതെന്ന് തോന്നുന്ന ഒരു രോഗത്തെ തീർത്തും ചെറുതാക്കി കാണാൻ നിന്റെ ഈ ചെറുപ്രായത്തിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ട് നിന്നെ ഒരു ഉപകരണമാക്കുകയാണ്. എന്തിനെന്നോ, യാതൊരു തെറ്റുമില്ലാതിരുന്നിട്ടും, യാതൊരു കുറ്റവും യാതൊരു കുറവുമില്ലാതിരുന്നിട്ടും നിന്റെ ദൈവം നിനക്കിതിന് ഇടവരുത്തിയെങ്കിൽ ദൈവം നിന്നിലൂടെ ഇരട്ടിയായിട്ട് മഹത്വീകൃതനാകാൻ ആഗ്രഹിക്കുന്നു. യാതൊരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വ്യഗ്രചിത്തമായ ത്യാഗങ്ങൾ നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതം കൊണ്ട് നീ ദൈവത്തെ ഇരട്ടിയായി മഹത്വപ്പെടുത്താനിരിക്കുന്നു എന്നതാണ്. പിന്നെ അവള് ചോദ്യമൊന്നും ചോദിച്ചില്ല. നിങ്ങളൊക്കെ നിശബ്ദരായിട്ടിരിക്കുകയാണ് അല്ലേ? ജീവിതത്തിൽ എപ്പോഴും ഈ നിശബ്ദത നിങ്ങൾ പുൽകാറുണ്ടോ? ഈശോ നിശബ്ദനായിട്ടിരുന്നൊരു അവസരത്തെക്കുറിച്ച് പറയാം. ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീനെ ഇങ്ങനെ ആട്ടിത്തെളിച്ചുകൊണ്ട് വരികയാണ്. ഈശോയുടെ മുമ്പിലേക്ക് അവളിങ്ങനെ തള്ളിയിട്ടിട്ട് അക്കോർഡിംഗ് ടു ദ മോസസ് ലോ, മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, സ്റ്റോൺ ടു ഡെത്ത് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഓങ്ങി നിൽക്കുകയാണ്, എറിഞ്ഞു കൊല്ലാൻ വേണ്ടി. ഈശോ അപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. കുനിഞ്ഞ് നിലത്തെഴുതുകയായിരുന്നു എന്നാണ് വചനം പറയുക. എന്തുകൊണ്ടാണ്? ഈശോ കുറച്ച് പോസ് കൊടുത്താണ്, അവർക്ക് കുറച്ച് സമയം കൊടുത്താണ്, അവരൊന്ന് മെഡിറ്റേറ്റ് ചെയ്തോട്ടെ, ഒന്ന് ധ്യാനിച്ചോട്ടെ, ഇച്ചിരി സമയം കൊടുത്തതാണ്. അവരുടെ ദേഷ്യം കലശലായി അവർ പിന്നെയും മോശയുടെ നിയമം പറഞ്ഞ് ഉദ്ധരിച്ച് ഈശോയോട് ചോദ്യം ചോദിക്കുകയാണ്, നീ എന്തു പറയുന്നു? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. വെറുതെ അണ്ണാക്കിൽ പിരിവെട്ടാൻ വേണ്ടിയിട്ട് പോയി ചെന്ന് കയറി കൊടുത്തതാ. ഈശോ തിരിച്ചു ചോദിച്ചു, എന്നറിഞ്ഞോ? പാപമില്ലെങ്കിൽ എറിഞ്ഞോ? അല്ലേ? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് ഈശോ പറയുന്നതും അവരുടെ കൈകളിൽ നിന്ന് കല്ലുകൾ അഴിഞ്ഞു വീണു എന്നാണ് പറയുക. ഒരു നിശബ്ദതയ്ക്കൊടുവിൽ, ഒരു ധ്യാനത്തിനൊടുവിൽ കോപം കരുണയായിട്ട് പരിണമിക്കുന്ന ഒരു ചിത്രം വേദഗ്രന്ഥം അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൈവത്തോട് പോലും ഉണ്ടായേക്കാവുന്ന കോപം ഒരു നിശബ്ദതയുടെ ഒരു പോസിന് ശേഷം അവള് ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കാൻ വേണ്ടി, ആ കരുണയെ വാഴ്ത്താൻ വേണ്ടി, ആ കരുണയിൽ വിലയം പ്രാപിക്കാൻ വേണ്ടി ഉപയുക്തമായി എന്ന് ധ്യാനിച്ചുകൂടെ?
നിശബ്ദത മാക്സിമമായിട്ട് ഉണ്ടാക്കുന്നത് എന്താണ്? ഒരാൾ നിശബ്ദനായിട്ടിരിക്കുമ്പോൾ അയാൾ സ്വയം കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ്. ആദ്യം ഉണ്ടാകുന്നത് സ്വയധ്യാനമാണ്. തന്നെ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം കിട്ടും നമുക്ക്. കലക്കവെള്ളത്തിൽ നമ്മൾ നോക്കി ഒന്നും കിട്ടത്തില്ലല്ലോ, കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അതിങ്ങനെ തെളിഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണുമെന്നാണ് പറയുക. ഇങ്ങനെ നിഴലുകൾക്ക് അപ്രാപ്യമായൊരു ലോകത്തേക്ക് നിങ്ങളെ കാണും. അന്ന് നിങ്ങൾ മുഖാഭിമുഖം കാണുമെന്നൊക്കെയാണ് പറയുക വചനം. എന്ത് രസമായിട്ടുള്ളൊരു ധ്യാനമാണ് അല്ലേ? അപ്പോൾ നിശബ്ദത ആദ്യം അവനവനെ തന്നെ ധ്യാനിക്കാനായിട്ട് പ്രേരിപ്പിക്കും. അങ്ങനെ അർജുന ആദ്യകാലങ്ങളിൽ ഈ മൗനം ഒരാളെ മുനിയാക്കുമെന്നൊക്കെയാണ് പറയുക അല്ലേ? ഈശോ പോലും ചെയ്തത് അങ്ങനെയല്ലേ? മരുഭൂമിയിൽ പോയി വിഡ്രോ ചെയ്തു, എന്നിട്ട് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചത്രേ. ഈശോ ആ നിശബ്ദതയിലായിരുന്നു കൊണ്ട് അല്ലേ? ഓരോ പരിപാടികൾക്ക് ഇറങ്ങി പുറപ്പെടും മുമ്പ് ഗുരു മലയിൽ പോയി രാത്രിയാമങ്ങളിൽ ഈശോയോടൊപ്പം മൗനത്തിൽ ചിലവഴിച്ചിരുന്നു എന്നുള്ള ശിഷ്യന്മാരോട് പോലും ഈശോ പറഞ്ഞു വിടണം, വഴിയിൽ ആരെ അഭിവാദ്യം ചെയ്യണ്ട, സുവിശേഷം പറയാൻ പോകണമെങ്കിൽ നീ ഇത്തിരി മൗനം ഭജിക്കുന്നത് നന്നായിരിക്കും. ആരെ അഭിവാദ്യം ചെയ്യണ്ടെന്നാ പറയുക. കൃത്യമായിട്ടുള്ളൊരു നോട്ടാ കൊടുക്കുക. ഈ രണ്ടാമത് മൗനം വേറൊരാളെ കേൾക്കാൻ ശ്രദ്ധിക്കാൻ നമ്മളെ പര്യാപ്തരാക്കും. ഈ അച്ഛന് സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാതെ ഭക്ഷിക്കാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറേ കൂടി അവരെന്നെ ശ്രദ്ധിക്കാൻ, മറ്റുള്ളവരെ കേൾക്കാൻ, ദൈവത്തെ കേൾക്കാനാണ് അവസാനത്തെ പടി. എല്ലാത്തിലുപരി നമുക്ക് ദൈവത്തെ കേൾക്കാനുള്ള ഒരു മനസ്സ് വരും. ഈ ബുദ്ധൻ്റെയൊക്കെ അല്ലെങ്കിൽ അസീസിയുടെയൊക്കെ ചിത്രം വരക്കുമ്പോൾ ചെവി ഇങ്ങനെ വലുതാക്കി വരച്ചിരുന്നു എന്നാണ് പറയുക. ഈ മൗനത്തിൻ്റെ നിശബ്ദതയുടെ താളിൽ നിന്നിങ്ങനെ ഒരടരിങ്ങനെ ഉണ്ടാകുന്നത് അവർക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാതലായ ഭാഗം ഉരുവാകും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെ മറ്റുള്ളവരെ കേട്ട് അവരെന്നെ കേട്ട് ഇങ്ങനെ ആജൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. ഏറ്റവും ഒടുവിൽ ദൈവത്തിലേക്ക് നോക്കാൻ. ദൈവം അങ്ങനെയല്ല, വചനം പറയുന്നത് അങ്ങനെയാണ്. ഇടിവെട്ടുണ്ടായി, പ്രവാചകൻ ഓടിപ്പോയി നോക്കി ദൈവം ഉണ്ടോന്ന്, ഉണ്ടായിരുന്നില്ല. ഉണ്ടോ എന്ന് നോക്കി, ഉണ്ടായില്ല. അവസാനം വലിയ ഭൂമി കുലുക്കം ഉണ്ടായി. പ്രവാചകൻ ഓടിച്ചെന്ന് നോക്കി ദൈവം ഉണ്ടോന്ന്, ഇല്ല. അവസാനം ഒരു മന്ദമാരുതം വന്നെന്നാ പറയുക. വചനം ഓർമ്മിപ്പിക്കുന്നു, ശാന്തനാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ അമ്മത്രസ്യൊക്കെയാണ് ഈ ധ്യാനം മുഴുമിപ്പിക്കുക. അമ്മത്രസ്യ പറയുന്നത് അവസാനം നിതാന്തമായ ശാന്തതയിലേക്ക് അവിടെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഡീപ്പ് കോൾസ് ടു ഡീപ്പ്, ആഴത്തെ വിളിക്കുന്നു. 42-ാം സങ്കീർത്തനം ധ്യാനിക്കുന്നത് മുഴുവൻ അതാണ്. ഇങ്ങനെ നീർച്ചാല് തേടുന്ന മാൻപേടയുടെ ആ ദാഹം, ആഴത്തിലേക്കുള്ള വചനദാഹം, ആഴത്തിലേക്കുള്ള ദൈവത്തിനെ കുറിച്ചുള്ള ദാഹം, ഈ നിശബ്ദതയിൽ മുഴുവൻ ഉരുവായത് ദൈവത്തോടൊപ്പം വിലയം പ്രാപിക്കാനുള്ള നിതാന്തമായ ഒരു ദാഹമായിരുന്നു. നിശബ്ദത ചെറിയ കാര്യമൊന്നുമല്ല. ഈ ആതുരാലയങ്ങളുടെ മുമ്പിലൊക്കെ പോകുമ്പോൾ ഡു നോട്ട് മേക്ക് ഹോൺ അല്ലേ, ഹോൺ മുഴക്കരുതെന്നൊക്കെ പറയുന്നത് എന്താ? ശബ്ദം ഇച്ചിരി അലമ്പാണ്. ഒച്ചപ്പാടുണ്ടാക്കിയാൽ ചിലപ്പോൾ അല്ലേ, പരീക്ഷയിൽ തോറ്റുന്നുമ്പാടി വന്ന കുഞ്ഞിൻ്റെ കൂടെ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. നീ എന്താ തോറ്റത്? പിന്നെ ജീവിതകാലം മുഴുവൻ അവന് വേണ്ടി ചെലവ് ചെയ്തതിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് നോവേ. അച്ഛനെ എനിക്കറിയാവുന്നിടത്തോളം അവൾ ആരോടും തർക്കിച്ചിട്ടില്ല, കലഹിച്ചിട്ടില്ല. അവളുടെ ശബ്ദം വഴക്ക് കൂടുന്നവരുടെ ഇടയിൽ, വീട്ടിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിൽ പോലും വഴക്ക് കൂടുന്നവരുടെ ഇടയിൽ ഒരിക്കലും അവളുടെ ശബ്ദം ആരും കേട്ടിട്ടുണ്ടാവില്ല. ഏറ്റവും ശാന്തമായിട്ട് കടന്നു പോവുക എന്നുള്ള നിശബ്ദതയുടെ സൗഭകം ഇങ്ങനെ പൊട്ടി വിടർത്തി അതിൻ്റെ പരിമളം പരത്തിപ്പോയവളാണ് ഈ ആൾത്താരെങ്കിലും നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത് ഒക്കെ എന്തിനാണെന്നറിയാമോ? ഇവിടെ മാമോദിസ നടന്നിട്ടുണ്ട് ഈ ആൾത്താരൊക്കെ മുമ്പിൽ, ഈ ദേവാലയ തളത്തിൽ. ഇവിടെ വിവാഹം നടന്നിട്ടുണ്ട്, ഇവിടെ സ്ഥൈര്യലേപനം നടന്നിട്ടുണ്ട്, ആദ്യ കുർബാന നടന്നിട്ടുണ്ട്, കുംഭസാരം നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ കൂദാശകളൊക്കെ ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുന്നുണ്ട്. തിരുപ്പട്ടത്തിൻ്റെ ആഘോഷം കഴിഞ്ഞ് പുത്തൻ കുർബാന വരെ ഈ ആൾത്താരയിൽ നിരന്തരം വൈദികർ, ഈ ഇടവകയിൽ നിന്നുള്ള അച്ഛന്മാർ ചൊല്ലിപ്പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വിശുദ്ധിയുടെ ഒരു പരിമളം ഈ ആൾത്താര വിടർത്താൻ പോവുക. അതങ്ങനെ വിരിയണമെങ്കിലും വിടരണമെങ്കിലും നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയുടെ ആവശ്യവും അനിവാര്യതയും ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ ദൈവം നിങ്ങളെ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. 4 വർഷം പിന്നിടുന്നു സ്വർഗത്തിൽ ഒരു കുസുമം വിടർന്നിട്ട്. ഇനി ഒരു 5ാമത്തെ വർഷം കൂടി കഴിയുമ്പോൾ വിശുദ്ധീകരണ നാമപരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള തീക്ഷ്ണത
സഭയ്ക്കും വിശ്വാസികൾക്കും സ്വർഗത്തിനും മുഴുവനും ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയുടെ ഈ ഒത്തുചേരലിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ ഒരുമിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ഈ ഒരു വിശുദ്ധ നമ്മുടെ ആൾത്താരയ്ക്കും നമ്മുടെ നാടിനും ലോകം മുഴുവനും വേണ്ടി ആവശ്യമുണ്ട്. അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മൗനത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യ എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ അമ്മ തന്നെ. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുക. വെറുതെ എവിടെയെങ്കിലും പോയിട്ട് ഒച്ചയെടുത്തിട്ടില്ല. അതുകൊണ്ട് മറിയത്തിനും മനസ്സിലായി അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന്. അച്ഛനിങ്ങനെ മൗനം ഭജിച്ച കൂടെ ആയിരുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ വ്യസനങ്ങളെയൊക്കെ അവൾക്ക് മനസ്സിലാക്കിയെടുക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയിരുന്നു. ഭൂമിയിലെ വാനമ്പാടി സ്വർഗത്തിലെ വാനമ്പാടിയായി ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടിയൊക്കെ മാറുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവളുടെ ഭജിച്ച മൗനത്തെ കൂടി ധ്യാനിക്കുന്നത് നന്നായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നുവെന്ന്. ജോബിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ 2 ഭാഗങ്ങൾ നമ്മൾ കാണും. കൂട്ടുകാർ വരുന്നുണ്ട് ജോബിനെ കാണാൻ. ഈ കൂട്ടുകാരോട് ജോബ് പറയുകയാണ്, നിങ്ങൾ ഒച്ചെടുക്കണം, നിർത്ത്, ഭാഷണമൊക്കെ ഒന്ന് നിർത്ത്, ഒന്ന് മൗനം ഭജിച്ച് ഒന്ന് ധ്യാനിച്ചു നോക്ക്. 7 ദിവസം ജോബിൻ്റെ കൂട്ടുകാർ അവളോടൊപ്പം മൗനം ഭജിച്ച് ധ്യാനിച്ചു. പിന്നെ അവരിട്ടിട്ട് പോയി. കുറച്ചുകൂടി കഴിയുമ്പോൾ ഭാര്യ കടന്നു വരുന്നൊരു ഭാഗമുണ്ട്. അവളോടും പറയുന്നുണ്ട്, നീ ഇങ്ങനെ വാചാലയാകുന്നൊന്നും നിർത്ത്, കുറച്ച് മൗനം ഭജിക്കുക എന്നും പറഞ്ഞ് നിങ്ങളോടൊക്കെ ഞാൻ മിണ്ടരുതെന്നല്ല പറയുന്നത്, മിണ്ടണം, സ്വരം വെക്കണം. എപ്പോഴാണെന്നോ നിങ്ങളുടെ സ്വരം മൗനത്തിനേക്കാളും ഭംഗിയുള്ളതാകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മിണ്ടി തുടങ്ങാം. സുവിശേഷം ആരംഭിക്കുന്നത് അങ്ങനെയാണെന്നേ. സക്കറിയ ഇങ്ങനെ അൾത്താരയ്ക്കും സക്രാരിക്കും ഇടയിൽ നിന്ന് ധൂപാർപ്പണം നടത്തുകയാണ്. സക്കറിയയുടെ അടുത്ത് ഗബ്രിയേൽ വരുന്നുണ്ട്. ഗബ്രിയേൽ വരുമ്പോൾ പല കാര്യങ്ങളും ഗബ്രിയേൽ പറഞ്ഞിട്ടും സക്കറിയാക്കും മതിയാകുന്നില്ല. സക്കറിയ ഇങ്ങനെ ചെറുത്ത് നിൽക്കുന്ന സമയത്ത് നീ ഊമനായി പോവും, നീ മൗനിയായി പോവും. പിന്നീട് അങ്ങോട്ടുള്ള 8 മാസം 9 മാസം ഈ സക്കറിയ മൗനം ഭജിച്ച് വീട്ടിലിരിക്കുകയാണ്. ആ വീടിൻ്റെ അകത്തളത്തിൽ മുഴുവൻ മൗനമായിരുന്നു. പിന്നെ എന്തെങ്കിലും സ്വരം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ കന്യകാമറിയം വന്നപ്പോൾ എലിസബത്ത് അമ്മയെ നോക്കിയിട്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ ഞാൻ എത്ര ഭാഗ്യവതി, ഇവിടെ നിന്ന് തിരിച്ചു പ്രത്യുത്തരം, ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തു. ദൈവസ്തുതിപ്പല്ലാതെ ആ വീടിൻ്റെ അകത്തളത്തിൽ മറ്റൊന്നും കേട്ടിട്ടില്ല. ഈ നീണ്ട 8 മാസങ്ങളുടെ 9 മാസങ്ങളുടെ മൗനത്തിന് ശേഷം കൊച്ചിൻ്റെ പേരിടിയിലിന് ഈ അപ്പന് സ്വരം തിരിച്ചു വന്നു. അവൻ മ്യൂട്ടായിരുന്നത് മാറി. ഊമയായിരുന്ന സക്കറിയാക്ക് സ്വരം വീണ്ടും കിട്ടി. അപ്പോഴേക്കും വരുന്ന സ്വരം പോലും, കുഞ്ഞെ, അത്യുന്നതന്റെ പ്രവാചകനും നീ വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കുവാൻ നീ അവിടുത്തെ മുമ്പേ പോകും, പാപമോചനം വഴിയുള്ള രക്ഷ നീ നിന്റെ ജനത്തെ അറിയിക്കും. സക്കറിയ ഗീതി എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ സങ്കീർത്തനം വായിച്ചില്ലേ, അതിൻ്റെ ശേഷം ഇനി നമ്മൾ കുർബാന സ്വീകരണത്തിന് ശേഷം സക്കറിയ ഗീതി വായിക്കും. സക്കറിയ ഈ സ്നാപയോഹന്നാനെ എടുത്തുയർത്തിയിട്ട് പറയുന്ന പ്രപണിതമാണ്. അതായത് ഓരോ മൗനത്തിൻ്റെയും ഈ റെസ്റ്റിന് ശേഷം, ഓരോ മൗനത്തിൻ്റെയും ഇടവേളയ്ക്ക് ശേഷം സംഗീതം ഉണ്ടാവും, സിംഫണി ഉണ്ടാവും. ആ സംഗീതധാരയാണ് സക്കറിയ ഗീതിയായിട്ട് സക്കറിയയുടെ പ്രഘോഷണത്തിൽ വരുന്നത് പോലും. ജീവിതം കൊണ്ട് തൻ്റെ ജീവിതത്തിലെ സഹനനാമ്പുകളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് കുറെ കൂടി മൗനം ഭജിച്ച് ത്യാഗബുദ്ധ്യേന ദൈവത്തെ ധ്യാനിക്കാൻ നമ്മളെ പര്യാപ്തയാക്കുന്ന ഒരു കൊച്ചുമകൾ. ഇനി നിന്റെ ഊഴമാണ്. പർവ്വതങ്ങൾ സമതലത്തോടൊക്കെ സംസാരിക്കുന്ന ഭംഗിയെക്കുറിച്ച് പഴയ നിയമം പറയുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ എപ്പോഴാണോ ഏറ്റവും ധ്യാനാത്മകമാകുന്നത്, ദൈവത്തോളം വളരുന്നത്, അപ്പോൾ സംസാരിച്ചു തുടങ്ങണേ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയാണ് ആ അമ്മ ത്രേസ്യയുടെ വചസ്സുകൾ, സങ്കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ, And each rare moment I felt His presence, I shall remember and forever cherish. Deep calls to deep. ആഴത്തെ വിളിക്കുന്നു. ഞാൻ എപ്പോഴും അവിടുത്തെ സാന്നിധ്യാവബോധത്തിലായിരിക്കും. അങ്ങനെ ഓരോ നിമിഷവും ഞാൻ ദൈവത്തോടൊപ്പം ചിലവഴിക്കും. ഇതാ ദൈവത്തോടൊപ്പം ചിലവഴിക്കാൻ പോയ നമ്മുടെ പ്രിയ മകൾ അജന ദൈവത്തിൻ്റെ വലംഭാഗെ ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമേ എന്ന്, ഞങ്ങൾക്ക് വേണ്ടി കൂടി ദൈവത്തോട് മധ്യസ്ഥം യാചിക്കണമെന്നൊക്കെ നമ്മൾ ഈ ഇടവകക്കാർ ഈ മണ്ണിൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. അങ്ങനെ
ഈ അൾത്താര ഒരു വിശുദ്ധയെ കൂടി വിരിയിക്കട്ടെ. ആമേൻ.